ഹലോ ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 5:46 കേട്ടോ. നമ്മൾ കൊടുവായൂർ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തു എത്ര മിനിറ്റ് കൊണ്ട് എത്തും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കൊടുവായൂർക്ക് 3 ആഴ്ചയായി പോയിട്ട്, കാരണം കച്ചവടമൊക്കെ ലേശം കുറവാണ് ഇപ്പോൾ കുറച്ച് പൈസ കൊണ്ട് പോണത്. പെണ്ണക്കായി മുതലാവുമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങൾ ഓർഡർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബൈക്കിൽ പോവുകയാണെങ്കിലേ ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല, ഇയർ ബാലൻസ് ഉള്ളതുകൊണ്ട്. റോഡൊക്കെ കുറച്ചൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്, ഈ മഴ നല്ലത് പെയ്തുകൊണ്ടേ. അപ്പോൾ വാണാകുറിശി എന്താ അവസ്ഥ ഉള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. നോക്കി നോക്കാം അവിടുത്തെ അവസ്ഥ എങ്ങനെയുണ്ട്. സർക്കസ് കളിക്കുമ്പോഴാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. കാരണം എന്താ പറയുക, റോഡൊക്കെ പോകെ പൊളിഞ്ഞ് കൊമ്പില്ലാണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ 1 കിലോമീറ്ററാണ് ഓങ്ങല്ലൂർക്ക്. നമ്മുടെ മെയിൻ റോഡിൽ കയറുകയാണ് ഇപ്പോൾ. നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറി. ഈ റോഡ് വലിയ കുഴപ്പമില്ല, വാണാകുറിശി വരെ. അവിടുന്ന് അങ്ങോട്ട് എന്താ ലെവൽ അറിയില്ല. അപ്പോൾ 2-3 ആഴ്ചയായാലും ഞാൻ പോയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വാണാകുറിശി എത്തിയിട്ടോ. വാണാകുറിശി സ്കൂള്. ഇനിയിപ്പോൾ അവിടുത്തെ ഗേറ്റിലത്തെ പണി എന്തായിരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ 3 ആഴ്ച റൂട്ട് പോയിട്ട്. ആദ്യം അങ്ങോട്ടുള്ള റോഡ് ഉണ്ടായിരുന്നു, റോഡ് കൂടെ തന്നെ ചെറിയ വാഹനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സർവീസ് റോഡും കൂടി തുറന്നിട്ടുണ്ടെന്നാണ് 2-3 ദിവസം നമ്മൾ വിവരം കിട്ടിയത്. എന്തായാലും മുന്നിൽ അവിടെ എത്താറായി, നോക്കി നോക്കാം. ഇതിപ്പോൾ ഓഫായി കേട്ടോ. അവിടെ കുഴി കാരണം ക്ലച്ച് താങ്ങിയാലൊന്ന് മിസ്റ്റേക്ക് വന്നതാ. പക്ഷെ ഇവിടുന്നാണ് സർക്കസ് റോഡ് എന്ന് പറയും. ഇപ്പോൾ വാണാകുറിശി റെയിൽവേ ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് അടച്ചിട്ടൊന്നുമില്ല, മഞ്ഞ ലൈറ്റാണ്. വണ്ടി ഇപ്പോഴില്ല, 7 മണിക്കാണ് തോന്നുന്നത്, 6:45. സമയം 5:55 ആയിട്ട്. അപ്പോൾ ഈ സർവീസ് റോഡും തുറന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് ആ വഴി കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വഴിയും തുറന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അപ്പോൾ വണ്ടിയുടെ ഓടൽ തുടങ്ങി തോന്നുന്നുണ്ട്. അയ്യോ, ഏകദേശം കുഴപ്പമില്ലാത്ത റോഡായിക്കണം കേട്ടോ. എന്തോ ഒരു നായ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് മാറാം അവിടുന്ന്. നമ്മൾ മാറണ്ടേ കേട്ടോ, അത് മാറിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ ടൈം ആയതുകൊണ്ട് നമ്മൾ വാണാകുറിശി റോഡ് പണി കഴിഞ്ഞ് കൊടുവായൂർ എത്തുന്നവരെ ഈ ടോപ്പ് കയറാൻ ഇനി മങ്കര ഗേറ്റ് എത്തുമ്പോൾ മാത്രം ഒന്ന് ചേഞ്ച് ആക്കേണ്ടതുള്ളൂ.
1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊടുവായൂർ 60 കിലോമീറ്റർ എത്താൻ പറ്റും. ഈ റോട്ടിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 79-75 പോകാൻ പറ്റുള്ളൂ. 80 അടിച്ച് പറഞ്ഞ ക്യാമറ നമുക്ക് പണിയാവും. അപ്പോൾ ആ തോതിൽ പോകുകയാണെങ്കിൽ 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് കൊടുവായൂർ എത്താം. പക്ഷെ റിട്ടേൺ വരുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. റിട്ടേൺ വരുമ്പോൾ ഈ 1 മണിക്കൂറും 10 മിനിറ്റ് ഉള്ളത് 1 മണിക്കൂറും 1.5 മണിക്കൂറാവും. ഒരു 20 മിനിറ്റ് അധികമാവും. കാരണം ബ്ലോക്കിൽ പെട്ടിട്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യണില്ല. ഇപ്പോൾ ടോപ്പ് ഗിയറിൽ തന്നെ ഒറ്റപ്പാലം എത്തുമ്പോഴും കൂടി ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകും. മങ്കര ഗേറ്റ് എത്തുമ്പോൾ അവിടെ ഹമ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയും ഗിയർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പൂപ്പലുണ്ട്. ഗ്ലാസ് കാണില്ല. തുടക്കട്ടെ. നമ്മൾ ഈ വർത്തമാനം പറയുമ്പോൾ വായു കയറിയിട്ട് ഗ്ലാസ്സിൽ മഞ്ഞ് പൂപ്പൽ പോലെ ആയിരിക്കും. അപ്പോൾ ക്ലിയറായി. പക്ഷെ രാവിലെ ഒരു 5 മണി ടു രാവിലെ ഒരു 8 മണി വരെ യാത്ര ചെയ്യാൻ നല്ല സുഖം കിട്ടും. നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ നമ്മൾ സഞ്ജീവനി കഴിഞ്ഞിട്ടാ. സഞ്ജീവനി ഹോസ്പിറ്റലിലെങ്കിലും പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. മുമ്പിൽ പോണ വാൽമാർക്ക് നമുക്ക് സൈഡ് തരുന്നില്ല. KL 46S 1559. നമ്മളിപ്പോൾ 40 സ്പീഡിലാണ്. ചങ്ങായി നമുക്ക് സൈഡ് തരുന്നു. അവിടേക്ക് നമുക്ക് കുടിയെത്തി. പിന്നെ ഓട്ടോ ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ കുളപ്പുള്ളി എത്തിയിട്ടാണ്. കുളപ്പുള്ളി കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ഗിയറിൽ തന്നെ അങ്ങനെ പോയിക്കോളും. പക്ഷെ അതിന് വരെ അങ്ങനെ നമ്മൾ പിടിച്ച് വെക്കണം. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്താൽ അത് വണ്ടി മേലെയാവും. നമുക്കത് വേണ്ട. പോയിക്കോട്ടെ നമുക്ക് ഹൈവേ എന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറ്റും. ശരിയായി പോവില്ല. നമുക്ക് സെറ്റിൻ്റെ അതാണ്. കുളപ്പുള്ളി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യണ ഉണ്ടാവില്ല. നമ്മൾ സൈഡിൽ നിന്നില്ലെങ്കിൽ കുഴപ്പമില്ല. വീതിയുള്ള റോഡാണ്. ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അവിടുന്ന് ഒരു വണ്ടി വന്നാലും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയും. സ്ഥലമുണ്ട് പറഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഹോൺ അടിക്കണം. ചങ്ങായി എന്നില്ല നമ്മൾ വരുന്നത് ഒറ്റ കട്ടിയില്ല. അപ്പോൾ വാനിയംകുളം എത്താറായിട്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് എണ്ണടിക്കണ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പുണ്ട്. അതിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഹിന്ദി കട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പെട്രോൾ പമ്പ് എത്താറായി. ഇപ്പോൾ പെട്രോൾ പമ്പ് കയറിയിട്ട് എണ്ണ അടിക്കാം. പക്ഷേ ഇന്ത്യൻ ഓയിലിൻ്റെ എണ്ണ
സാധാരണ പെട്രോൾ പമ്പുകൾക്കാൾ കുറച്ച് മൈലേജ് അധികം ഉണ്ട്. സാധാ പെട്രോള് ഒരു 600 രൂപയ്ക്ക് അടിക്കും. 600 600. തുറന്നിട്ടില്ലല്ലോ. ഒരു മിനിറ്റ് മക്കളെ, പോയിന്റ് കാർഡ് ഒന്ന് കയറ്റി കാട്ടിക്കാണ്. ഒന്ന് 2 3 4 2 3 4 5 6. എത്ര ഉണ്ട് 600 റുപ്യക്ക്? 5.63 അല്ലേ? അപ്പോൾ 6 ലിറ്റർ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നബായ് ഗർ കിധർ ഹൈ? ആസാം. മലയാളം കുറച്ച് അറിയും. അതാണ് നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടിയതല്ലേ. 600 പറയുമ്പോൾ ഇങ്ങനെ 400 ആക്കിയത്. നമുക്ക് പോയിന്റ് കാർഡ് കയറ്റി കാട്ടി കേട്ടോ. അല്ല 600 ഇല്ലേ? ഓക്കെ. മലയാളം അറിയാതെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതിയോ? നമ്പർ 80 80 86 ആയിട്ടില്ല. അയ്യോ, 1000 രൂപ ഉണ്ടെങ്കിൽ വിട്ട്, വലുത് ബില്ലുണ്ടെങ്കിൽ വിട്ടിട്ട്. दूसरा देखो, बड़ा बड़ा बिल दूसरा निकल दिया अभी. 86 400 102 102. आईवा मालूम है मेरे को. तमिलनाडु में था ना. ओ ये तमिलनाडु में कितना साल काम करता है? 4 साल. वो इधर से देखो, इधर से मेरा वीडियो लेते कुछ सामने आओ सामने. ओके 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 नंबर प्लेट ओके नंबर प्लेट तो ओके अच्छा है. അപ്പോൾ നമ്മൾ പോട്ടെ എന്നാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എണ്ണ അടിക്കൽ കഴിഞ്ഞു. വേറെ വീഡിയോ യൂട്യൂബർ അപ്പോൾ എണ്ണടിക്കൽ കഴിഞ്ഞു. നമ്മൾ പോകുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒറ്റപ്പാലെത്തിയിട്ട് നോക്കാം. ഇനിയിപ്പോൾ അധികം സ്റ്റോപ്പൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 6:10 ആയിട്ടാ. കുറച്ചൊക്കെ വിളിച്ച മെച്ചവെള്ളം തുടങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം, ഈ പാലം കഴിഞ്ഞത് ഒറ്റപ്പാലം എത്തിയിട്ടാണ്. സാധാരണ ഈ ടൈമിൽ ഈ റൂട്ട് പോകുമ്പോൾ ടോപ്പ് ഗിയറിലാണ് പോണത്. ഇതും അങ്ങനെ തന്നെ ആവും വിചാരിക്കുന്നുണ്ട്. അത് ഈ സമയത്ത് ഇവിടെ ബ്ലോക്ക് ഉണ്ട്. അപ്പം തിരിച്ചു വരുമ്പോഴൊന്നും ഇതേറെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒറ്റപ്പാലം ടൗണ് എത്തിയിട്ടാണ്. ടോപ്പ് ഗിയർ തന്നെയാണ്. നല്ല റോഡൊക്കെ ക്ലിയറാണ്. രാവിലത്തെ യാത്ര ഭയങ്കര സുഖമാണ്. ടോപ്പ് ഗിയർ കുഴപ്പമില്ല. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ പേടിച്ചു പോരാ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടാണ്.
അവിടുന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയിട്ടേ ഒരു സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരു ബസ് വന്നത്. അപ്പോൾ ഞാൻ ടോപ്പ് കയറുന്ന് മാറ്റി തേർഡിലേക്ക് ഇടേണ്ടി വരുമോ വിചാരിച്ചു. പക്ഷെ അപ്പം തന്നെ അത് പോയി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം കഴിഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പത്തിരിപ്പാല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരു കേളവണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ വണ്ടി ഈ റൂട്ടൊക്കെ ഉണ്ടല്ലേ. ഏകദേശം ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മങ്കര പോലീസ് സ്റ്റേഷൻ. മങ്കര പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്യും. പക്ഷേ കൊടുവാരിക്ക് എളുപ്പം അതാണ്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കൊടുവാരിക്ക് 60 കിലോമീറ്ററാണ് കറക്റ്റ്. സ്ലോ ആക്കിയിട്ട് ഇവിടെ ക്യാമറ ഉള്ളതാണ്. ഇപ്പോൾ എയ്ച്ചറിന് ഓവർടേക്ക് ചെയ്യണം. നീട്ടിട്ട് കാണിച്ചു കൊടുക്കാം. ഇവിടുന്ന് കുഴപ്പമില്ല, നല്ല റോഡായതുകൊണ്ടേ ഓവർടേക്ക് ചെയ്യാനും പോകാനും യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട് ഈ ഒരു ടൈമിൽ. നമ്മളൊരു 79-ലാണ് ഇപ്പോൾ പോകുന്നത്. 80-ന് മേലെ നമ്മളെന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് ഫൈൻ അടക്കാൻ വയ്യ. നമ്മൾ മങ്കര പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടോ. ഹിന്ദിക്കട്ടർ കിട്ടേ നല്ല തീരണം. പിന്നെ ഇവിടുന്ന് കോട്ടായിക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. ഈ ഹമ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ടോപ്പിലിട്ടുണ്ട് കേട്ടോ. അത് മങ്കര പോലീസ് സ്റ്റേഷനാണ്. ഈ ഹമ്പ് നമുക്ക് ടോപ്പിൽ ഇട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഹമ്പായതുകൊണ്ടാട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ടോപ്പിൽ കിട്ടൂല. പക്ഷേ വാണിയോള പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തിയിട്ടാണ് ഇപ്പോൾ ടോപ്പ് ഗിയറിലിട്ടിരിക്കണം കേട്ടോ. ഞാൻ ഗേറ്റ് എത്തിയിട്ട് ഇടുള്ളൂ വിചാരിച്ചു. പക്ഷേ ഹമ്പിൻ്റെ കാര്യം നമ്മൾ മറന്നു. ഹമ്പുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഒരു യാത്ര ഭയങ്കര സുഖമാണ്. കാരണം ടയേർഡാവൂല. കാരണം നല്ല തണുത്ത കാറ്റ് ഏച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല. നല്ല പോയി ബ്ലോക്ക് ഉണ്ടാവില്ല. പിന്നെ എണ്ണയ്ക്ക് ലാഭമാണ്. നമ്മൾ ഈ കയറി ചേഞ്ച് ചെയ്യാനുള്ള യാത്രയല്ലേ, 1 മണിക്കൂറും 10 മിനിറ്റും അല്ലേ. തിരിച്ചു വരുമ്പോൾ 1.5 മണിക്കൂർ 20 മിനിറ്റ് പോകും. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് എണ്ണയ്ക്ക് ലാഭം. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, കാലുവണ്ടിയല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ വയറ്റിലേക്ക് കുറച്ച് സാധനം ഉണ്ടാവും. ഇപ്പോൾ ഗേറ്റ് അടവ് ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. നമ്മൾ ഗേറ്റ് അടവിൽ എന്തായാലും പൊട്ടും കേട്ടോ. അവിടെ റെഡ് ലൈറ്റൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു, സ്റ്റോപ്പ് ലൈറ്റ്. കുറച്ച് ഇല്ലെങ്കിൽ നമ്മളിവിടെ പൊട്ടും. ഇതെന്താണ് ഒരു ഗേറ്റ് മാത്രം അടച്ചിട്ടിരിക്കുന്നത്? എന്താ സംഗതി മനസ്സിലായില്ലല്ലോ.
നമുക്ക് മുമ്പിൽ വണ്ടി ഉണ്ടോ? വണ്ടി ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട. അവർ ഇവിടെ കയറ്റി നിർത്താം. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. കാരണം ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്, ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ ലെവലുള്ളത്. ഓക്കെ ആയിക്കോട്ടെ ചേട്ടാ, ആയിക്കോട്ടെ, ഭാരമായി. ഗേറ്റ് റിപ്പയറാണ്. റിപ്പയർ പറഞ്ഞാൽ ട്രെയിന് പോകുന്നുണ്ട്, വേറെ ഒരു എക്സ്ട്രാ വേറെ ഗേറ്റ് താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പയറാണ്. ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഇപ്പോൾ തുറക്കും കേട്ടോ. ഞാൻ ഈ ഗേറ്റ് മേലെ പൊന്തിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കേടാണെന്ന് വേറെ ഏതെങ്കിലുമൊക്കെ തിരിച്ചു പോകേണ്ടി വരുമോ ചോദിച്ചു. അപ്പോൾ ഈ ചോദിച്ചപ്പോൾ അവർ വിവരങ്ങൾ പറഞ്ഞു പോകും. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കയറ്റിയിടണോ? ഇനിയിപ്പോൾ വെള്ളിക്കാരും ചൂടാവുകയാണോ? ലേശം കയറ്റിടുകയാണെങ്കിലേ ട്രെയിന് പോകണ്ട കേട്ടോ. മങ്കര ഗേറ്റ് തുറന്നിട്ടോ. ഇതെന്താ റിപ്പയറാണ് കണ്ടോ. മറ്റേതാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മങ്കര ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു 10 മിനിറ്റ് ഇവിടെ പോയിട്ടാ. 10 മിനിറ്റ് പോയിട്ടുണ്ടാവും.
ഓവർടേക്ക് ചെയ്യാനേ കുറച്ച് പണിയുണ്ട്. കാരണം കഷ്ടിച്ച് 2 വണ്ടി മാത്രമേ പോകുള്ളൂ, ചെറിയ വണ്ടി. പക്ഷെ ബസ്സാണെങ്കിൽ റോഡിൻ്റെ സെൻറ്റർ കൂടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് പണിയാണ്. അവിടുന്ന് വരുമ്പോൾ സൈഡ് കൊടുക്കും, പക്ഷെ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവർ സൈഡ് തരില്ല. അതാണ് അതിൻ്റെ കുറച്ച് കഴിഞ്ഞ ഒരു വീതിയുള്ള ഒരു ഏരിയ വരാണ്ട് ചെറിയ ബസ് സ്റ്റോപ്പൊക്കെ എത്താം. അവിടുന്ന് നമുക്ക് ഈ ബസ്സിനെ ഓവർടേക്കാൻ പറ്റും. ഫോൺ അടിച്ചിട്ട് കാര്യമില്ല, എന്നാലും നോക്കിയതാണ്, തരികയാണെങ്കിൽ തന്നോട്ട് വെച്ചിട്ട്. വീതിയുള്ള സ്ഥലം എത്താറായി, അല്ലെങ്കിൽ സമയം ഒരുപാട് വഴുകും, ബസ്സേ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. റബ്ബറൈസറാണ്, പക്ഷെ എന്നാലും വീതി പാകത്തിനുള്ളൂ, കഷ്ടിച്ചേ പോകുള്ളൂ. ആ വീതിയുള്ള സ്ഥലം എത്തിയിട്ടാണ്. ഇവിടെ ഒരു ചെറിയ 2 ചായക്കടി ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളതാണ്. നല്ല പാടൊക്കെ ആയിട്ട് നല്ല സീന്, ഫോട്ടോ എടുക്കാനും റീലെടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇവിടുന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്. ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഇനി റൈറ്റിലേക്ക് കയറണം. നേരെ പോണത് പാലക്കാട് വേറെ വഴിക്കുള്ളതാണ്. LG പൂടൂരാണ് നേരെ പോണത്. LG പൂടൂർ പാലക്കാട്. നമ്മളിപ്പോൾ 100 മീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്ത കോട്ടായിക്ക് എത്തും. നമുക്ക് റൈറ്റിലേക്ക് ഇന്ത്യക്കട്ട് ഇട്ടുണ്ട്. ബസ് നേരെയാണോ റൈറ്റാണോന്ന് അറിയില്ല. ബസ്സിന് പിന്നെ ഇന്ത്യക്കട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് നിയമമൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിന് ഓവർടേക്ക് ചെയ്യാൻ പോകാം. അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോലെ നമ്മളതിനെ ഓവർടേക്ക് ചെയ്തിട്ടാ. അപ്പോൾ നമ്മളങ്ങനെ കോട്ടായി സിറ്റി പറഞ്ഞാൽ ചെറിയ സിറ്റിയാണ് കേട്ടോ. ഇങ്ങനെ റൈറ്റിലേക്ക് പോയാൽ പെരുങ്ങോട്ട് കുറച്ച് ലക്കിടിക്ക് എത്തും. ലെഫ്റ്റിക്ക് പോയാൽ ഇവിടുന്ന് അത്ര 8 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉള്ളൂ കൊൽമന്നം. നമ്മൾ കോട്ടായും കഴിഞ്ഞ് ഇങ്ങനെ പോകാനുണ്ട്. അത് അവിടെ കണ്ടെങ്കിൽ ഒരു ക്യാമറ, ബെൽറ്റ് ഇടാത്തവനൊക്കെ പിടിക്കാനുള്ള ക്യാമറ കണ്ട, അതിലൊക്കെ ഒന്ന് സ്ലോ ആക്കി തരാണ്ട. നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക ക്യാമറ ഉണ്ടാവും. ബെൽറ്റ് ഇട്ടിട്ടില്ല പറഞ്ഞാൽ 500 1500 പോകും. അപ്പം നമ്മൾ അറിയാണ്ട് ഒരുപാട് ക്യാമറകളൊക്കെ ഉണ്ട്. എല്ലാവരും ബെൽറ്റൊക്കെ ഇട്ട് യാത്ര ചെയ്യില്ല, ഒന്നുമില്ല, നമ്മുടെ സേഫ്റ്റി തന്നെ. നമ്മൾ ഏകദേശം പെരുമന്നം എത്താറായി. ഒറ്റക്കന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ ടോപ്പിലിട്ട് ആളില്ലാത്തതുകൊണ്ട് മാറിനെങ്ങായി അവിടുന്ന് ഇപ്പോൾ കുറച്ച് സാധനം എടുക്കാനുള്ളൂ. കാരണം ഒരു മാസം നേരം പോലെ ജലദോഷം ശ്വാസം മുട്ടലൊക്കെ ഇളകിയിട്ട് ലൈനിക്ക് നേരം പോലെ പോയിട്ടില്ല. കുറച്ച് സാധനം ഓർഡർ. പിന്നെ ഓണത്തിൽ പറഞ്ഞാൽ നമുക്കധികം കച്ചവടം കുറവാണ്, 10% കിട്ടുള്ളൂ കച്ചവടം. പെരുന്നാളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ കച്ചവടം തുടങ്ങി. ഓണം പറഞ്ഞാൽ കംപ്ലീറ്റ് കടകൾക്ക് ആൾക്കാർ കച്ചവടം 1-2 ടീമേഴ്സ് നമ്മുടെ അടുത്ത് സാധനം എടുക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ അത്യാവശ്യം സാധനം ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറയണ്ടല്ല. അപ്പോൾ ഉള്ളത് നമ്മൾ കൊടുന്ന് നോക്കാമെന്ന് മാത്രം. കച്ചവടം ഈ ഓൺലൈനിലായതുകൊണ്ടേ
ഭയങ്കര നമുക്കൊന്നല്ല ലൈൻ കച്ചവടക്കാർ മൊത്തത്തിൽ ലേശം അടിയാണ് ഇപ്പോൾ. സ്വാഗതം കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലേക്ക്. നമ്മൾ കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയിട്ട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഹൈവേ ആണ്. ഹൈവേ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ റൂട്ടിൽ കിടക്കണം സ്ട്രൈറ്റ്. എത്ര പെട്ടെന്ന് നമ്മളിവിടെ എത്തിയറിയാം. പക്ഷെ നമ്മൾ റെയിൽവേ ഗേറ്റിൽ ഒരു 10 മിനിറ്റ്, പെട്രോൾ പമ്പിൽ എണ്ണടിക്കാൻ ഒരു 5 മിനിറ്റ്, അങ്ങനെ 15 മിനിറ്റ് ലേറ്റായില്ലെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് കൊടുവായിരുന്നു. എത്തിയിട്ടാ ഇവിടുന്ന് വെള്ളമന്നം 8 കിലോമീറ്ററാണ് കൊടുവായിരിക്ക്. 8 മിനിറ്റ് പറഞ്ഞപ്പോൾ നമുക്കൊരു 8 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും ഹൈവേ. സംഗതി എന്താ പറഞ്ഞാൽ, പണ്ട് ഹൈവേ ഉണ്ടാക്കിയപ്പോൾ അവർ മേൽപ്പാലം ഉണ്ടാക്കാൻ മറന്നിക്കുക. അത് മറന്നതെന്ന് അറിയില്ല. അപ്പോൾ വണ്ടികൾക്ക് പോകാനും വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൻ്റെ പാലം ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ മേലെ കൂടെ ഹൈവേ നേരെ സ്ട്രൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ യൂട്ടൺ തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കാം. ആദ്യം ഹൈവേ പണി ചെയ്യുമ്പോൾ ഒരു പാലം ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് ബ്ലോക്കും ഇതൊക്കെ കാരണം കൊണ്ട് ഹൈവേയിൽ ബ്ലോക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പാലം ഉണ്ടാക്കണം. എന്താ മേലെ കണ്ട. അപ്പം നമുക്ക് ഞാൻ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കയറിയാൽ ഇപ്പോൾ പാലം പണി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ഇങ്ങോട്ട് വരാം. ഇനി ഇവിടുന്ന് 8 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊടുവായൂരായി. ഇവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ, അതാണ്ടോ. പക്ഷെ അവിടെ നിന്ന് പോകുമ്പോൾ എടുക്കുമെന്ന് അറിയില്ല കണ്ടോ ക്യാമറ. അപ്പം അങ്ങനെ നമ്മൾ കൊടുവായൂരെത്തി. ഈ കൊടുവായൂരിൻ്റെ ടിസ്റ്റ് എന്താ പറഞ്ഞാൽ ഇടിഞ്ഞ റോഡാണ്. ഈ റോഡിലൊക്കെ പച്ചക്കല്ലെടുത്തും ഒരു വണ്ടിക്ക് കൂടി പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉള്ളവർ പണ്ട് മുതൽ അങ്ങനെ സീൽ ചെയ്തതാണ്. ഇതാണ്ടോ ചെറിയ റോഡാവും, അപ്പുറത്തൊക്കെ വണ്ടി ഉണ്ടാവും. ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഇതുണ്ട കഷ്ടി ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും പോലുള്ള ഗ്യാപ്പാണ്. ഇതുണ്ടോ ചെറിയ റോഡാണ്. എൻ്റെ നിങ്ങൾ ഇതാണ്ട പച്ചക്കറി വെച്ചിരിക്കണുണ്ടെങ്കിൽ ഇതുണ്ടോ ഇതൊക്കെ റോട്ടിലാണ് വെച്ചിരിക്കണത്. ചോദിക്കാൻ പോകാൻ പറ്റൂല, ഭയങ്കര പ്രശ്നമാണ്. കണ്ടോ ചെറിയ റോഡാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊടുവായൂരെത്തി. നേരെ പോവുകയാണെങ്കിൽ ചിറ്റൂര്, കൊയിഞ്ഞമ്പാറ, കോയമ്പത്തൂർ അങ്ങോട്ടൊക്കെ പോകാം. നേരെ പോവുകയാണെങ്കിൽ പൊള്ളാച്ചി, മീനാക്ഷിപുരം, ഗോപാലപുരം ഒക്കെ പോണത് ഈ നേരെ പോണ റോഡ്. നമുക്ക് പോകേണ്ട കട ബിന്ദിക്കട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്താൽ ഇത് പാലക്കാട്ടേക്കുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ കൊടുവായൂരെത്തി. ഇനിയിപ്പോൾ നമ്മൾ നന്ദന സജിയുടെ കടയിലേക്കാണ് നമ്മൾ ആദ്യം പോവുക. അവർ എന്തായാലും തുറന്നിട്ടുണ്ടാവും. ഞാൻ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുകയാണ്, എയറോപ്ലെയിൻ മോഡലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തുറന്നിട്ടുണ്ടാവും വിചാരിക്കണം. തുറന്നിട്ടില്ല. കണ്ടോ ഇതാണ് നന്ദന.
നമുക്ക് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കിയോ. അപ്പം നമ്മൾ കൊടുവായൂർ എത്തിയിട്ടാ